ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരിയിൽ എടുത്ത വീഡിയോ ആണ്. 2026 ജനുവരിയിൽ എടുത്ത വീഡിയോ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞങ്ങളുടെ മൂത്ത ചേട്ടന്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. ചേട്ടൻ്റെത് റിനോവേറ്റഡ് ഹോം ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെസ് ദ സ്പേസ് ഷെയർ ജോയ് വിത്ത് ലൗഡ് വൺ. ഹൗസ് വാമിംഗിന്റെ അന്ന് വെളുപ്പിന് ട്രെയിനാണ് ചേർത്തലയിൽ നിന്നും ഞാൻ ശക്തികുളങ്ങര വീട്ടിലെത്തിയത്. വീട്ടിൽ വന്ന് ഫ്രഷ് ആയി പുതിയ സൽവാറൊക്കെ ഇട്ട് സൈചേച്ചിയുടെ നിശേച്ചിയുടെ ഒക്കെ കൂടെ ഹൗസ് വാമിംഗ് വീട്ടിലെത്തി കേട്ടോ. പുത്തൻ വീട്ടിൽ വന്നപ്പോഴേ ഇവിടെ ശൈലാച്ചിയും എമ്മാച്ചനും റീനാച്ചിയും ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ ഹായും ഹോയും ഒക്കെ ക്യാമറയിൽ പകർത്തിയിട്ട് ഞാൻ നേരെ പോയത് റൂം ടൂർ എടുക്കാനാണ് കേട്ടോ. ചേട്ടന്റെ പുതിയ വീട്ടിലെ പ്രയർ റൂമും ഹാളും ബെഡ്റൂമും കിച്ചണും ഒന്നും പറയാനില്ല. വെൽ ഡൺ ആൻഡ് ഗ്രേറ്റ് ജോബ്. ഈ വീടിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച, ആ ഒരു കടൽ കാഴ്ച അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും വികാരിയച്ഛൻ വീട് ബ്ലസ് ചെയ്യാനായിട്ട് എത്തിയായിരുന്നു കേട്ടോ. വീട്ടിലെ കുഞ്ഞിപ്പൈതങ്ങൾ എല്ലാവരും കൂടെ അച്ഛന് പൂവൊക്കെ കൊടുത്ത് പുതിയ വീട്ടിലോട്ട് വെൽക്കം ചെയ്തു കേട്ടോ. വീടിന്റെ കുടുംബനാഥൻ ഞങ്ങളുടെ ഔസേപ്പേട്ടനും കുടുംബനാഥൻ ഞങ്ങളുടെ പ്രിസ്കായി ചേട്ടന്റെയും ചേട്ടത്തിയുടെയും മൂത്ത മോനാണ് ജോമോൻ. ഇളയ ആളാണ് അന്നമോള്. അന്നമോള് നാട്ടിലില്ല. അന്നമോൾ ഇപ്പോൾ മെഡിസിന് പഠിക്കുവാണ് ജോർജിയയിൽ. വീട് ബ്ലസ് ചെയ്യുന്ന സമയത്ത് അന്നമോള് വീഡിയോ കോളിൽ വന്നായിരുന്നു കേട്ടോ. ആൾക്ക് ഞങ്ങൾക്ക് ആളെയും നന്നായിട്ട് മിസ് ചെയ്തായിരുന്നു. റീനാച്ചിയും എമ്മാച്ചനും കൂടെ വികാരിയച്ഛന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഹെയ്സിൽ കേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. ആൻസിമോളുടെ കൂടെ ഒരു സെൽഫി എടുത്തു. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ലേഡീസ് ഉള്ള പിക്കൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് ചേർത്തല വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഞങ്ങളുടെ ഈ ഫാമിലി ട്രിപ്പ്. ചേട്ടന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ദിവസത്തിന് ശേഷം നടത്തിയ ഈ ഫാമിലി ട്രിപ്പിന്റെ സെക്കൻഡ് ഹാഫിലാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഞാനും ഹസ്ബൻഡും ഇല്ല. കാരണം ശക്തികുളങ്ങരയിൽ നിന്ന് വെളുത്തച്ഛനെ കാണാനായിട്ട് അർത്തുങ്കൽ അവരെല്ലാരും കൂടെ വന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് തുറവൂരിൽ നിന്നാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങൾ കുടുംബസമേതം മെട്രോ ജേണി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെട്രോ ജേണി. വൈറ്റിലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലുമോള് വരെ ഉള്ള ഒരു മെട്രോ ജേണി അതായിരുന്നു ഞങ്ങളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ട്രിപ്പിന്റെ ഹൈലൈറ്റ്. ഈ ഒരു ട്രിപ്പില് ഫാമിലിയിലെ പകുതി ആളുകളും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് ചേട്ടന്മാര്. വരാത്തവരൊക്കെ ജോലി സ്ഥലത്തും ജോലി തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയിരുന്നിട്ടും എന്റെ ദൈവമേ എൻജോയ്മെന്റിന്റെ ഒരു പീക്കിലായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ പോയത്. ഇടപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ ഒരു ചെറിയ സ്നാക്ക് ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം ലുലുമോളിലോട്ട് എൻ്റർ ചെയ്തു. ഈ ലുലുമോളിൽ എത്തിയതിനു ശേഷം ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾ പലരും പല സ്ഥലത്തോട്ട് പോയി കേട്ടോ. ഞാനും റീനാച്ചിയും കൂടെ കുറച്ചു നേരം എസ്കലേറ്ററിലൊക്കെ കയറി കളിച്ചു. ഇമാജിനായിട്ട് കുറച്ചു നേരം ഫോട്ടോ എടുത്തു. റീനാച്ചി വീട്ടിലോട്ടുള്ള 1-2 ഡെക്കർ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. സത്യത്തിൽ ഞാൻ വ്ലോഗ് എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ മറന്നുപോയി കേട്ടോ. റീനാച്ചിയാണ് ഓരോ സ്ഥലത്ത് വരുമ്പോഴും നമുക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞിങ്ങനെ എടുത്തോണ്ടിരുന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ ഈ മീറ്റിന്റെ സെഷൻ കണ്ടപ്പോഴത്തേക്ക് എന്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തേടി നടന്ന സാധനം ദാ ഇവിടെ ഉണ്ട്. ഞാൻ സാൽമൺ എന്ന് പറയുന്ന നമ്മുടെ സാമൺ ഫിഷ് ബെന്നമോളെ കയ്യിലെടുത്തു. ഞങ്ങൾ അങ്ങനെ ലുലുമോളിന്റെ പടി ഇറങ്ങി കേട്ടോ. തിരിച്ച് മെട്രോയിൽ കയറി ഇടപ്പള്ളി നേരെ വൈറ്റിലെ വന്നു. തിരിച്ചു വരുന്ന വഴി അമ്മച്ചി വണ്ടിയിലിരുന്ന ഈശോയോട് നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു യാത്ര ഒരുക്കിയതിന്. ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവിടെ നിന്ന് ഒരു ചെറിയ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ച് ശക്തികുളങ്ങരയ്ക്ക് പോയി കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.